ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുച്ചപ്പാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ IAS ലക്ഷ്യം വെക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ സമയം മുതൽ തന്നെ അവർ IASന് വേണ്ടി പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ IAS എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി അവരെന്താണ് ഇപ്പം മുതൽ ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ പഠിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, സ്കൂൾ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ IAS എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ലക്ഷ്യം IAS എന്നുള്ള ലക്ഷ്യം എങ്ങനെ സ്ട്രോങ് ആക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ IAS സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ ഒരു IAS ജൂനിയർ കോഴ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ഫൗണ്ടേഷൻ പ്ലസ് ഇൻഡിവിജ്വൽ മെൻറ്ററിങ് അടങ്ങുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്ന ഏറ്റവും 5ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും അതിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രോഗ്രാം ഉള്ളത്. IAS ജൂനിയർ കോഴ്സ് എന്ന് പറയും. വളരെ കുറഞ്ഞ ഫീസിൽ സ്പെഷ്യൽ ഓഫറിലേക്ക് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമ്പർ സ്ക്രീനിലെ നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ വാട്സപ്പിലൂടെയോ കോളായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ UPSCയുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസും കാര്യങ്ങളും ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്തിരിക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം UPSC അല്ലെങ്കിൽ IAS IPS IFS തുടങ്ങിയ ലക്ഷ്യം വെക്കുന്ന ഒരുപാട് കോളേജ് സ്കൂൾ തലത്തിൽ ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ആഗ്രഹം ചോദിക്കുമ്പോൾ ഒരുപാട് പേര് IASമാരായിട്ടും അല്ലെങ്കിൽ IPSമാരാണെന്നൊക്കെ പറയാറുണ്ട്. കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ളൊരു ആഗ്രഹം വരിക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. ആ സമയത്ത് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ വ്യക്തമായ IAS നേടാൻ വേണ്ടി അവരെ വ്യക്തമായ ആ ട്രാക്കിലോട്ട് എന്ത് ചെയ്യുക, പറഞ്ഞു വിടുക, വ്യക്തമായ ഡയറക്ഷൻ കൊടുക്കുക, ഗൈഡൻസ് കൊടുത്ത് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരാ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. കാരണം ലക്ഷ്യം കുട്ടിയുടെ മനസ്സിൽ വന്നു, ബാക്കി കാര്യം ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിനുവേണ്ടി രക്ഷിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്, കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ IAS എന്നുള്ള എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. എനി ഡിഗ്രി, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം. എനി ഡിഗ്രി, മലയാളം ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മറ്റുള്ള ഏത് സബ്ജക്റ്റ് ആവട്ടെ, MBBS ആവട്ടെ, ഡിഗ്രിയോ ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള MBBS, എഞ്ചിനീയറിംഗ്, LLB പോലത്തെ ഏതെടുത്ത് കഴിഞ്ഞാലും സിവിൽ സർവീസിലോട്ട് വരാമെന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രിയും 21 വയസ്സും ആകുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് എക്സാം എഴുതാൻ പറ്റുക. പക്ഷേ അപ്പോളേ പഠിക്കാൻ പറ്റുമൊന്നുമില്ല. പഠിക്കാൻ ഇപ്പം മുതലേ തുടങ്ങാം. എന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊന്നും അന്ന് മുതൽ തുടങ്ങാൻ പറ്റും. ഞാൻ ഇൻറ്റൻസീവായിട്ട് പഠിക്കണം എന്ന് പറയില്ല. വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ പഠന സമയത്ത് തന്നെ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങാം. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 5ാം ക്ലാസ് മുതലുള്ള ഏത് കുട്ടിയാണെങ്കിലും ഇപ്പം മുമ്പത്തെ പോലെയല്ല. പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താവണമെന്ന് ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം മുതലിപ്പോൾ യൂറോപ്പിലൊക്കെ മറ്റുള്ള പല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എന്ന് പറയുന്നത് ചെറിയ ക്ലാസ് മുതൽ തന്നെ അവർക്കൊരു ഫീൽഡ് മാത്രം തിരഞ്ഞെടുത്ത് അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും വേണ്ടി പഠിച്ചു തുടങ്ങാം, അതിനുവേണ്ടി ശ്രമം നടത്താം എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് നല്ലതാണ്. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്നാമത് രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, കുട്ടിക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരാഗ്രഹം കുട്ടിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് ആ ആഗ്രഹം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഗോൾ സെറ്റിംഗ് എന്ന് പറയും. ഓക്കെ, കുട്ടി ഇപ്പോൾ ചുമ്മാ ഇപ്പോൾ ഒരു IASനെ കാണുമ്പോൾ IAS ആണെന്ന് ആഗ്രഹം ഉണ്ടാവും, ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആണെന്ന് ആഗ്രഹം ഉണ്ടാവും, ഒരു ടീച്ചറെ കാണുമ്പോൾ ടീച്ചറാണെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് ലക്ഷ്യങ്ങൾ കുട്ടിയുടെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും. ആ ആഗ്രഹത്തിൽ നിന്ന് ഒന്നൊരു ഗോളാക്കി മാറ്റണം, ലക്ഷ്യം, ഗോൾ സെറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഗോൾ സെറ്റിംഗ് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ അത് പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരുപാട് സെഷൻസ് നടക്കുന്നുണ്ട്. കുട്ടിയുടെ IAS എന്നുള്ള സ്വപ്നം എന്തുകൊണ്ട്, IAS ആയിക്കഴിഞ്ഞാൽ എന്ത്, IAS നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കുട്ടിയിൽ എന്ത് ചെയ്യുക, ആ ലക്ഷ്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഗോൾ സെറ്റിംഗ് നടക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഗോൾ തീരുമാനിക്കുക, എന്നിട്ട് അത് സ്ട്രോങ് ആക്കുക എന്നുള്ള കാര്യം ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട, രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി രക്ഷിതാവ് ചെയ്യേണ്ട അതിന് അനുസൃതമായ ഗൈഡൻസ്. ഇപ്പോൾ ചില സമയത്ത് ഈ ചെറിയ ക്ലാസ്സിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് കൂടാതെ ചില ബേസിക് ആയിട്ടുള്ള പത്രം വായന, GK ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും UPSC സെൻറ്റേഴ്സിലോ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് സൂമിലൂടെയും, ഓഫ്ലൈനായിട്ട് ക്ലാസ് നടക്കുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് കുട്ടിക്ക് നൽകാൻ പറ്റുമെങ്കിൽ അതും കുട്ടിക്ക് എന്ത് ചെയ്യും, ഒന്ന് ലക്ഷ്യം സ്ട്രോങ് ആക്കാനും എങ്ങനെ പഠിക്കാം എന്നുള്ള വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാനും എന്ത് ചെയ്യും, അതിലൂടെ സഹായിക്കും എന്നുള്ളതാണ്. ഇത് രക്ഷിതാവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
പിന്നെയും കുട്ടിക്ക് എന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കലും രക്ഷിതാവ് ചെയ്യേണ്ടതാണ്. പിന്നെ കൗൺസിലിംഗ് പോലത്തെ ഗൈഡൻസ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടിയാണെങ്കിൽ ഗൈഡൻസ് കൗൺസിലിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. എങ്ങനെ ലക്ഷ്യത്തിലോട്ട് എത്താം, അല്ലെങ്കിൽ എനിക്ക് നേടാൻ പറ്റുമോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ കുട്ടിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, ഡോക്ടറായിട്ട് IAS ആവാനാണ് അത് പോസിബിളാണ്. ഒരുപാട് പേര് ഡോക്ടേഴ്സായിട്ടാണ് IAS ആവുന്നത്. അപ്പോൾ കുട്ടിക്ക് MBBSലോട്ട് വിട്ടിട്ട് അതിൻ്റെ കൂടെ പഠിക്കാൻ പറ്റും, അതിലൊന്നും പ്രശ്നങ്ങളില്ല കേട്ടോ. ഇതൊക്കെയാണ് രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി വിദ്യാർത്ഥി കുട്ടി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ IAS എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് അതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ശ്രമം ഘട്ടം ഘട്ടമായിട്ട് നടത്തണം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം മുതൽ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും ആ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. കാരണം ആ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ UPSC വേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാൻ വീക്കാണോ, പരീക്ഷ തോറ്റിട്ടുണ്ടോ, ഒന്നും പ്രശ്നമല്ല. പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. നന്നായിട്ടൊന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ജനറൽ അവെയർനെസ്സും കാര്യങ്ങളൊക്കെ വേണം. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പത്രം വായന തന്നെയാണ്. പത്രം വായിക്കുക നന്നായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉള്ളവർക്ക് മെൻറ്ററിങ്ങിലൊക്കെ കൊടുക്കുന്ന സമയത്ത് പറയുന്നത് ഒരു മലയാള പത്രം, ഒരു ഇംഗ്ലീഷ് പത്രം. മലയാള പത്രം നിർബന്ധമായിട്ട് ഒന്ന് വായിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് പത്രം കൂടി വായിക്കാൻ പറ്റിയ വളരെ നല്ല കാര്യം. അപ്പം പത്രം വായന അതിൻ്റെ കൂടെ ശീലമാക്കുക, അത് തുടങ്ങാം. ഓക്കെ, വീട്ടിലൊക്കെ പത്രം വരുന്നുണ്ടാവും, വീട്ടിലില്ലെങ്കിൽ സ്കൂൾ ലൈബ്രറി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വായനശാലകളൊക്കെ പത്രം അവൈലബിൾ ആണ്. എവിടെ നിന്നാലും വേണ്ടിയില്ല, പത്രം വായിക്കുക. ഒരു ദിവസം 1 മണിക്കൂറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പത്രത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക. ഏത് ക്ലാസ്സിലാണെങ്കിലും, വളരെ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കുറച്ച് സമയം കൊടുത്താലും മതി, പ്രശ്നമില്ല. അപ്പോൾ പത്രം വായനയാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഇതിന് വേണ്ടി രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ സ്കൂൾ പഠനം, രണ്ടാമത്തെ പത്രം വായന എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെറിയ ജനറൽ നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അതിന് അതുപോലെ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും, ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം പറയാൻ പറ്റുമ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, എനിക്ക് നേടാൻ പറ്റും. അതുപോലെ തന്നെ അതിന് കൂടെ PSC കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ നമുക്ക് GK ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. GK ഡെവലപ്പ് ചെയ്യാൻ ഒന്ന് പത്രവായന തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ GKക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് പുസ്തകം വായിക്കാം. നിങ്ങൾ ഇപ്പോൾ വിയർ ബുക്ക് പോലത്തെ ബുക്കുകളൊക്കെ, ചെറിയ ബുക്കുകൾ ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറ്റും. ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ചെറിയ ഇന്ത്യ എന്നൊക്കെയുള്ള ബുക്കുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ GK എന്നുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുണ്ടാവും. അത്തരത്തിൽ ഏതെങ്കിലും പുസ്തകം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് GK കുറഞ്ഞത് പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു 5 കാര്യം പഠിച്ചാലും മതി, പ്രശ്നമില്ല. ഓക്കെ, എങ്കിലും കുറച്ചായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ പലതുള്ളി പെരുവെള്ളം തന്നെ. നമ്മളിപ്പോൾ ഓരോ ദിവസം 1, 2, 3, 4 പോയിന്റ് പഠിച്ചാൽ ഒരു വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് ഉണ്ടാവുന്നതാണ്. അപ്പം ജനറൽ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നോളജ് കിട്ടും, അത് നല്ല ആവശ്യമാണ്. അതിൻ്റെ കൂടെ അതല്ലാത്ത അതിന് പുറത്തുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, GK ഡെവലപ്പ് ചെയ്യാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ GK എന്ന് പറയുമ്പോൾ GK എടുത്ത് വായിക്കണം. വായനാശീലം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തും വായിക്കാം, മോശമല്ലാത്ത ഏത് പുസ്തകങ്ങൾ വായിക്കാം. നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാം. പുസ്തകം നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ല, അതിലൊരു കൂട്ടുകാരൻ നിങ്ങളുടെ പുസ്തകമായിട്ട് മാറാം. കൂട്ടുകാരി എന്ത് ചെയ്യുക, പുസ്തകമായിട്ട് മാറാം. അത് നിങ്ങൾ കരുതുന്നതിലും അപ്പുറം എന്ത് ചെയ്യും, നിങ്ങളെ വളർത്തും, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ പെട്ടെന്ന് അടുപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും, വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും, നല്ല വ്യക്തിത്വം ഉണ്ടാവാനും ഒരുപാട് കാര്യങ്ങൾക്ക് അതുകൊണ്ടുണ്ട്. അപ്പം നല്ല വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വായനാശീലം എന്ന് പറയുന്നത്, നിങ്ങൾ സ്കൂളിലൊക്കെ ലൈബ്രറിയൊക്കെ ഉണ്ടാവും, ലൈബ്രറിയൊക്കെ നിർബന്ധമായിട്ട് ഉപയോഗപ്പെടുത്താം. ഒരു വീക്കിലി ഒരു ബുക്കെങ്കിലും നിർബന്ധമായിട്ട് വായിക്കാം. നമ്മുടെ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഒരു വീക്കിലി ഒരു ബുക്ക് വായിച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ബുക്ക് വായന, എൻ്റെ വായന എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബുക്കൊക്കെ ഉണ്ട്, അതിൽ രേഖപ്പെടുത്തി ഓരോ ആഴ്ചയിലും നിങ്ങൾ ഒരു ബുക്ക് വായിക്കുക. അതിൽ രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടി വായനാശീലം ഉണ്ടാക്കാം. പല രക്ഷിതാക്കളും ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഈ നോവലൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ അതൊക്കെ എതിർക്കുന്നവരുണ്ടാവും. ഫുൾ ടൈം സ്കൂളത്തെ പുസ്തകം പഠിച്ചിരിക്കാൻ വേണ്ടി പറയുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും വേണമെന്നില്ല. കുട്ടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പല ഉയരങ്ങളിലെത്തിയ ആളുകളും സംസാരിച്ചതിൽ നിന്നും നമ്മളുടെ തന്നെ അടുത്ത് അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ സംസാരിച്ചതെന്നൊക്കെ അവരൊക്കെ അതിലേക്ക് എത്തിച്ചൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ പരന്ന വായനയാണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ എവിടെ ലക്ഷ്യത്തിലെത്തിയ ആളുകളെയും വലിയ ഉയരങ്ങളെത്തിയ ആളുകളൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പൊതുവെ വായനാശീലമുള്ളവരാണ്. അപ്പം എന്തും വായിക്കുക, നോവലുകളാവട്ടെ, മറ്റുള്ള ഏത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഏത് ലാംഗ്വേജ് എന്നൊരു പ്രശ്നമല്ല, എന്ത് ടോപ്പിക് എന്നുള്ള പ്രശ്നമല്ല, വായിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വായിക്കാം. അപ്പോൾ അതിന് നമ്മളുടെ ഒരു പ്രത്യേകമായിട്ട് വീട്ടിലോ ലൈബ്രറിയൊക്കെ തയ്യാറാക്കുക. അതുപോലെ തന്നെ മാക്സിമം ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുക, വായിക്കാം. പുസ്തകങ്ങൾ സ്വന്തമായിട്ട് വാങ്ങാം, അത് ശേഖരിച്ച് വെക്കാം. നോവലുകളോ എന്തും വായിക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട്സ് ഉണ്ടാക്കാം. അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ള കാര്യമാണ് വായനാശീലം ഉണ്ടാക്കുക.
അതാണ് അതിൻ്റെ രക്ഷിതാക്കളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അവരെ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ IAS ജൂനിയർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് വായിക്കാനുള്ള കാര്യം സജസ്റ്റ് ചെയ്യും, വായിപ്പിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ പത്രം വായന, GK ഡെവലപ്മെൻറ്റ്, പിന്നെ സ്കൂളത്തെ പഠനം, വായനാശീലം. പിന്നെ വായനാശീലത്തിൻ്റെ കൂടെ തന്നെ എഴുത്തുശീലവും ഇതിന് നല്ലതാണ്, ആവശ്യമാണ്. അപ്പോൾ അതൊന്ന് ഓൾറെഡി സ്കൂൾക്ക് വേണ്ടി നിങ്ങൾ എഴുതുന്നുണ്ടാവും. ഓക്കെ, റൈറ്റിംഗ് സ്കിൽ എന്ന് പറയും. അപ്പോൾ അത് ഇവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതല്ലാത്ത രീതിയിലും ചിലപ്പോൾ ചുമ്മാ നിങ്ങളുടെ ഡയറി എഴുത്ത്, മറ്റുള്ള കവിത ഒക്കെ എഴുതാൻ താല്പര്യമുള്ള അത്തരം എഴുത്ത്, അതിൽ ഏതെങ്കിലും രീതിയിലൊക്കെ എഴുത്തും കൂടി നിങ്ങൾ റൈറ്റിംഗ് കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗുണം ചെയ്യും. അത് പൊതുവെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമുള്ള ആളുകളാണെങ്കിൽ അത് നന്നാക്കാനും, പിന്നെ ഒരു എഴുത്ത് ഒരു ഫ്ലോയിൽ എഴുതാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. സ്കൂളിൽ നന്നായിട്ട് എഴുതുക, അപ്പം തന്നെ അത് നിങ്ങളെന്ത് ചെയ്യും, സഹായിക്കുന്നൊരു കാര്യമാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പത്രം വായന പറഞ്ഞു, അതുപോലെ തന്നെ പത്രം ന്യൂസ് കേൾക്കലും വളരെ നല്ലതാണ്. ലിസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത വ്യത്യസ്തമായ കാര്യങ്ങൾ, ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ കൂടി അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പത്രം വായനക്ക് ന്യൂസ് കേൾക്കുക, അതിപ്പോൾ ഒരു മലയാളം ചാനലാവാം, പറ്റുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ചാനൽ, BBC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ചാനൽ, ഇന്ത്യ ബേസ്ഡ് ആവട്ടെ വേൾഡ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ചാനലും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു കുറഞ്ഞ സമയം എന്ത് ചെയ്യുക, കേൾക്കാനും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നന്നായിട്ട്. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഘടകമുണ്ട്, അത് ഇതിലൂടെയും നടക്കും. പത്രം വായന, ഹിന്ദു പത്രം വായിക്കുക, മലയാള പത്രം, ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കുന്നതിലൂടെയും, അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ചാനൽ ന്യൂസ് കേൾക്കുന്നതിലൂടെയും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടി എന്ത് ചെയ്യും, ഡെവലപ്പ് ആവും. അതും ഇതിൻ്റെ കൂടെ നല്ലതാണ്. ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം എന്നല്ല, അത് നമുക്ക് ആവശ്യമുണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയുന്നൊരു കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ്, ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പഠനത്തിൽ കോൺഫിഡൻസ് തരും അത്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടി താല്പര്യമുണ്ടെങ്കിൽ കുട്ടികൾ സ്പോക്കൺ ഇംഗ്ലീഷ് പോലത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ഭാഷ ഡെവലപ്മെൻറ്റിനുള്ള, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതും പങ്കെടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എവിടെ നിന്നാലും പ്രശ്നമില്ല, നിങ്ങളുടെ അടുത്തുള്ളതോ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് എന്നുള്ള സംഗതി എന്ത് ചെയ്യും, വളരെ എഫക്റ്റീവായിട്ട് അതിൽ നടക്കുന്നതാണ്. നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ട്, IAS ജൂനിയർ കോഴ്സ് എന്ന് പറയും. ഇപ്പോൾ 2024 പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ IAS എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി സ്കൂൾ സമയകാലത്തും കോളേജ് സമയകാലത്തും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങാം, അതിനുവേണ്ടി തയ്യാറെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ലക്ഷ്യം ആഗ്രഹിക്കുന്ന IAS IPS IFS തുടങ്ങിയ ലക്ഷ്യം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും